മരണമെന്നത് ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. അതെപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കയറിവരും. അപ്രതീക്ഷിതമായ ആ വരവ് കവർന്നെടുക്കുന്ന ജീവനുകൾ ഇനിയും ഒട്ടേറെ വർഷങ്ങൾ ജീവിക്കേണ്ടവരും ജീവിച്ച് തുടങ്ങിയവരും ജീവിക്കാനേറെ മോഹിച്ചവരുമൊക്കെ ആയിരിക്കും. അതുപോലൊരു മരണമാണ് ഇന്നു രാവിലെ മലയാളികൾ കണ്ടറിഞ്ഞത്. രാവിലെ ഓഫീസിലേക്ക് പോകുവാൻ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങിയ നന്ദന എന്ന പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്കെത്തിയത് നിശ്ചലമായ ചേതനയറ്റ മൃതദേഹമായാണ്. വീട്ടിൽ നിന്നും ഇറങ്ങി മിനിറ്റുകൾക്കിപ്പുറം അവളെ തേടിയെത്തിയ മരണം ഉൾക്കൊള്ളാൻ പോലും പ്രിയപ്പെട്ടവർക്ക് സാധിച്ചിരുന്നില്ല. അത് തങ്ങളുടെ മകളായിരിക്കല്ലേ എന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ച് ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തിയ നന്ദനയുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോഴും കണ്ണീരും മനസ്സിനേറ്റ മുറിവും ആഘാതവും കുറഞ്ഞിട്ടില്ല. ഇന്നലെ രാവിലെയായിരുന്നു നന്ദനയുടെ ജീവനെടുത്ത ആ ദാരുണമായ വാഹന അപകടം സംഭവിച്ചത്. ആലുവയിലെ വീട്ടിൽ നിന്നും രാവിലെ ജോലിക്കിറങ്ങിയ നന്ദന നീരജ എയർലൈൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജീവനക്കാരിയായിരുന്നു. അത്താണിയിലാണ് നന്ദനയുടെ ഓഫീസ്. രാവിലെ അവിടേക്കുള്ള യാത്രക്കിടെ ഓഫീസിലെത്താൻ വൈകുമോ എന്ന് കരുതിയാണ് നന്ദന മുന്നിൽ വന്ന ബൈക്കുകാരനെ കൈകാട്ടി നിർത്തി ലിഫ്റ്റ് ചോദിച്ചത്. അങ്ങനെ അത്താണി സ്വദേശിയും 22-കാരനുമായ അശ്വിൻ ആന്റണിക്കൊപ്പം ഓഫീസിലേക്ക് പോകവെയാണ് ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് മുന്നിലെ ലോറി അശ്രദ്ധമായി വെട്ടിത്തിരിച്ചതും അപകടം സംഭവിച്ചതും. ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ഗ്യാസ് സിലിണ്ടർ ലോറിയാണ് പൊടുന്നനെ വലത്തോട്ട് തിരിച്ചതും തുടർന്ന് അപകടം സംഭവിച്ചതും. ദേശം പുറയാർ ഗാന്ധിപുരം മഠത്തിപ്പറമ്പിൽ ഹരിപ്രസാദിന്റെയും സാന്റിയുടെയും മൂത്ത മകളായിരുന്നു നന്ദന. 23 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇന്നലെ രാവിലെ 10:30 അമ്പാട്ടുകാവിനും മുട്ടത്തിനും ഇടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ആലുവയിൽ നിന്ന് ഇടപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു ബൈക്ക്. ലോറി അശ്രദ്ധമായി വെട്ടിച്ചപ്പോൾ പിന്നിൽ നിന്ന് വന്ന ബൈക്കിൽ തട്ടുകയും നിയന്ത്രണം വിട്ട ബൈക്ക് പിന്നാലെ വന്ന കാർ ഇടിച്ച് മറിയുകയുമായിരുന്നു. റോഡിൽ തലയിടിച്ചു വീണതാണ് നന്ദനയുടെ മരണത്തിന് ഇടയാക്കിയത്. അബോധാവസ്ഥയിലായിരുന്ന നന്ദനയെ എത്രയും പെട്ടെന്ന് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ഉച്ചയ്ക്ക് 12:25 മരണം സംഭവിക്കുകയായിരുന്നു. അത്താണി സ്വദേശി അശ്വിൻ ആന്റണിയെ ഇടപ്പള്ളി അമൃത ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. സെൻട്രൽ GST ഓഫീസ് ജീവനക്കാരൻ ഹരിപ്രസാദിന്റെയും ശ്രീമൂലനഗരം PHCയിലെ നഴ്സായി ജോലി ചെയ്യുന്ന സാന്റിയുടെയും മൂത്ത മകളാണ് നന്ദന. നിവേദ്യ എന്ന ഒരു അനുജത്തിയുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.